കുട്ടികളിലെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ് അമിതമായ ഉത്കണ്ഠ. കുട്ടികൾക്ക് ഉത്കണ്ഠയും ഭയവും ബാല്യത്തിന്റെ അഭാഗമായി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പരിധിവിട്ട ഉത്കണ്ഠയും ഭയവും കുട്ടികളെ മാനസികമായ വളർച്ചയ്ക്ക് തടസ്സമാകും. പുതിയ സാഹചര്യങ്ങൾ, വ്യക്തികൾ, വീട്, അന്തരീക്ഷം എന്നിവയോടൊക്കെ കാണിക്കുന്ന തുടർച്ചയായ ഭയം അമിത ഉത്കണ്ഠയുടെ ലക്ഷണമാണ്. ഉത്കണ്ഠകളെ സ്വയം മറികടക്കുന്നത് കുട്ടികളെ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. ചില കുട്ടികൾ സ്വാഭാവികമായും സെൻസിറ്റീവാണ്. പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെയോ ശക്തമായ വികാരങ്ങളെയോ നേരിടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ കുട്ടികൾക്ക് ജന്മനയോ അല്ലെങ്കിൽ കുടുംബപരമായോ ഉത്കണ്ഠാ പ്രവണത ഉണ്ടാകാം. സമ്മർദ്ദകരമായ ജീവിത സാഹചര്യങ്ങൾ ഇത്തരം കുട്ടികൾക്ക് ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മരണം, പ്രിയപ്പെട്ടവർ ദൂരത്തേക്ക് പോകുന്നത്, പുതിയ വീട്ടിലേക്കോ സ്കൂളിലേക്കോ മാറുന്നത്, വാടക വീടുകളിലെ താമസം മാറുന്നത് പതിവാണെങ്കിലൊക്കെ കുട്ടികൾ പ്രശ്നക്കാരായ ഉത്കണ്ഠകൾക്ക് രൂപപ്പെടാം. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് നേരിടുക, സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ബുദ്ധിമുട്ട്, പരസ്പരം കലഹിക്കുന്ന മാതാപിതാക്കളുടെ വിവാഹമോചനം, മാറിത്താമസിക്കൽ എന്നിവയൊക്കെ കുട്ടികളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളിൽ അമിതമായ ഉത്കണ്ഠ ജനിക്കുന്നതിന് കാരണമാകാറുമുണ്ട്. ഉത്കണ്ഠ അമിതമായുള്ള കുട്ടികൾക്ക് അവരുടെ വികാരങ്ങൾ, വിഷമങ്ങൾ എന്നിവ വിശദീകരിച്ച് പറയാൻ കഴിയില്ല. ചിരിക്കാൻ മടി കാണിക്കുന്ന പ്രകൃതം, കൂട്ടുകാരിൽ നിന്നും അകലം പാലിക്കുക, പൊട്ടിക്കരയുക, വയറുവേദന, പേശിവേദന അല്ലെങ്കിൽ തലവേദന എന്നിങ്ങനെ എപ്പോഴും ഏതെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് പറയുക, കൃത്യമായ ഉറക്കമില്ലാത്ത അവസ്ഥ, പേടി സ്വപ്നങ്ങളിൽ നിന്ന് ഉണരുക, ഒറ്റയ്ക്ക് ഉറങ്ങാൻ കഴിയാതെ വരിക, വിശ്രമം പോലും സാധ്യമല്ലാത്ത രീതിയിൽ ശരീരവും മനസ്സും അസ്വസ്ഥമായിരിക്കുക, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, വിറയൽ അനുഭവപ്പെടാം എന്നിവയെല്ലാം കുട്ടികളുടെ ചികിത്സ ആവശ്യമായ ഉത്കണ്ഠയുടെ പ്രാഥമിക ലക്ഷണങ്ങളാണ്. ആളുകൾ ധാരാളം ഉള്ളിടത്ത് പോകാതിരിക്കുക, മാതാപിതാക്കളുടെ പിന്നിലൊളിക്കുക, മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കുന്നതിനായി ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുക എന്നിവയെല്ലാം ഉത്കണ്ഠയുടെ അടുത്ത തലമാണ് കാണിക്കുന്നത്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഇഴയെടുപ്പമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ആദ്യപടി.